എവരിവൺ, ഇറ്റ്സ് മീ മാത്തനാണ് കേട്ടോ. ആകാശത്തിനടിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കും. സോ ഐ ലിസ്ണിംഗ് ടു മാത്തൻ ദ മലയാളം പോഡ്കാസ്റ്റ്. അപ്പൊ എങ്ങനെയാ, കൂടെ കൂടുന്നില്ലേ? ലെറ്റ് ഇറ്റ് ബി, മൂവ് ഓൺ എന്നൊക്കെ ഒരുപാട് ഭംഗി വാക്കുകൾ പറയുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ ശ്വാസം മുട്ടി വീർപ്പ് മുട്ടി ഒരു ബോക്സിനകത്ത് ഇങ്ങനെ പെട്ടതുപോലൊരു ഫീലിംഗ് ഉണ്ടാവാറില്ലേ? നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ നമ്മൾ ട്രാപ്പായൊരു ഫീലിംഗ് അല്ലേ? അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. മൂവ് ഓൺ ആവുക എന്ന് പറയുന്നത് അത്ര വലിയ ഈസിയായ ടാസ്ക് ഒന്നുമല്ല. ചില സമയത്തൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഒറ്റയ്ക്കാവുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ ആരുണ്ട്, നമ്മൾ എന്തായിരുന്നു, നമ്മൾ എങ്ങനെയാണെന്നൊക്കെ. ചില ക്രിഞ്ചസൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ ആഗ്രഹിക്കും, അല്ലെങ്കിൽ ചില ക്രിഞ്ചസൊക്കെ ഭയങ്കര അയ്യോ അത് ക്രിഞ്ചായിരുന്നു എന്ന് പോലും നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു സമയം ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? പക്ഷേ ലേറ്റർ ഓൺ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിങ്ങനെ ആയിരുന്നു എന്ന് കാണുമ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കുറച്ച് ചിന്തകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതെല്ലാവർക്കും ഒരുപോലെ ആകണം എന്നില്ല. മാധവിക്കുട്ടി പറഞ്ഞാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, തുറന്നു വിടുക, നിങ്ങളുടെ ആണെങ്കിൽ തിരിച്ചു വരും. ശരിയാണ്. അടുത്ത നമ്മൾ മാത്രമേ ഒറ്റയ്ക്ക് ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് ശ്വാസം മുട്ടും, കണ്ണ് കാണില്ല, മൂവ് ഓൺ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒറ്റയ്ക്കാവുന്ന ഒരു സമയത്ത് ആ ഒരു പ്രീവിയസ് മെസ്സേജുകൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രീവിയസ് മെമ്മറീസൊക്കെ നമ്മളെ ഹോണ്ട് ചെയ്യും. അതെല്ലാം മാറ്റി വെച്ചിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുമല്ലോ. നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഭയങ്കര എനർജി ആയിരിക്കും. പിന്നെ നമ്മൾ ആരെയും വിശ്വസിക്കില്ല. നമ്മുടെ ലൈഫിൽ ആര് വന്നാലും നമ്മളങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളെ ഇമോഷൻസ് അങ്ങനെ കൊടുക്കില്ല. നീ കയ്യിൽ വെച്ചോളൂ, ഞാൻ സമയമാകുമ്പോൾ തിരിച്ച് ചോദിച്ചോളാം എന്നാരുടെയും പറയില്ല. കാരണം എന്താ, നമ്മൾ ഒരിക്കൽ പഠിച്ചല്ലോ, നമ്മൾ കണ്ടല്ലോ എത്രത്തോളമാണ് നമ്മളത് എഫക്റ്റ് ചെയ്ത് ഹോണ്ട് ചെയ്താണെന്ന്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരാളെ അടുത്ത് നീ ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ അടുത്ത് നമ്മൾ ലൈഫിലേക്ക് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, അത് വേണോ എന്നൊക്കെ. ഒരു രീതി അത് നല്ലതാണല്ലേ? ഒരിക്കൽ പൂച്ച വെള്ളത്തിൽ വീണാൽ പിന്നെ ചൂടുവെള്ളം കാണുമ്പോഴും പച്ചവെള്ളം കാണുമ്പോഴും പേടിക്കുന്നു പറയുന്ന പോലെ തന്നെയാണിത്. നമ്മൾ മൂവ് ഓൺ ആവേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. എപ്പോഴും നമ്മളതിനകത്ത് തന്നെ പെട്ടിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. എടാ നീ മൂവ് ഓൺ ആവ്, നീ ഇത് മാറ്റി ചിന്തിക്ക്, വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയുമ്പോൾ എത്രത്തോളം സിവിയർ ട്രോമയിലൂടെയാണ് അവർ കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇന്നല്ല നാളെയല്ല മറ്റെന്നെയുമല്ല, ഇനി അതിൻ്റെ മറ്റെന്നെയും മാറ്റാമെന്ന് ചിന്തിച്ചാൽ പോലും നമ്മൾ അത്രയ്ക്കും ഹോണ്ട് ചെയ്യുന്ന മെമ്മറീസ് ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വേറെ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് ഒട്ടും പറ്റില്ലെന്നേ. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. മൂവ് ഓൺ ആയിക്കോന്ന് പറയുന്ന ആൾക്കാരോട് അവരും ഈ ട്രോമ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല. ഇതൊക്കെ വലിയൊരു പ്രശ്നമാണോ, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമുക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ മറുപടി ഉണ്ടാവില്ല. കാരണം നമ്മുടെ പ്രശ്നം എപ്പോഴും നമുക്ക് വലുത് തന്നെയാണ്, അതിനപ്പുറം ആർക്കും ഇല്ലല്ലേ. ഒന്നേ പറയാനുള്ളൂ, മൂവ് ഓൺ, അക്സെപ്റ്റ് ഇറ്റ്. ഈ 2 വാക്കുകൾ നമ്മൾ അംഗീകരിക്കുക. തിരിച്ച് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, തിരിച്ച് അതേ സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ ലക്കി. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പോകാനുള്ളൊരു വഴി അതെപ്പോഴും നിങ്ങൾ എല്ലാ പേരിലും കണ്ടെത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ മാത്രം ഒറ്റയ്ക്കാവും, അവരങ്ങ് നടന്നീങ്ങും. ഒരാൾ പോയ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ മാത്തൻ.